ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. ഇന്നൊരു കിടിലൻ സ്നാക്ക് റെസിപ്പിയാണ്. അതായത് നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡോണറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്കായി ഉപയോഗിക്കുക, അതല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തത്. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 300 ഗ്രാമോളം ചിക്കൻ വേണം. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്കൊരു ബ്രെഡ് സ്ലൈസ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഇല്ലെങ്കിൽ ലാസ്റ്റ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി. ഇതൊന്ന് ചെറുതായി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ വേവിച്ചതിന് ശേഷം ചേർക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് പൊടിച്ചത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഉണക്കമുളക് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതാ ഇവിടെ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കയ്യിൽ ഒട്ടി വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടെ ബ്രെഡ് ക്രംസ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഞാനിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ ഒരു എഗ്ഗ് നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഡോണറ്റ്സിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അതിനായി ഞാൻ 2 കൈയിലും അല്പം വെള്ളം തടവിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബോളാക്കി കൊടുക്കാം. ചെറിയ സൈസിലും വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് മീഡിയം സൈസിലും ആക്കാം. ഞാൻ ഇപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ആക്കുന്നത്. ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം വിരൽ ഒന്നുകൂടെ വെള്ളത്തിൽ മുക്കി ഇതിൻ്റെ നടുവിലൊരു ഹോളാക്കി കൊടുക്കാം. നല്ലപോലെ ഹോളാക്കി എടുക്കണം, കാരണം നമ്മൾ എഗ്ഗിലൊക്കെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഹോൾ അടഞ്ഞു പോകരുത്. ഇതിനി എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ആ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യിലൊക്കെ ഈ ബ്രെഡ് ക്രംസ് ഒട്ടിപ്പിടിക്കും. ഇതായിപ്പോൾ ഞാൻ ഇവിടെ നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. ചെറിയ ചെറിയ സൈസ് ആക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ആക്കിയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 12 എണ്ണമാണ് ഇവിടെ റെഡിയാക്കിയത്. ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. 4 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ ഡോണറ്റ്സും ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, കാരണം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ചിക്കൻ വേവിച്ചിട്ടല്ല ചേർത്തത്. അതുകൊണ്ട് തന്നെ ചിക്കൻ വേവാനുള്ള കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് ജസ്റ്റ് ഒന്ന് താഴ്ഭാഗം ചൂടായി വന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം.
ചിക്കൻ വെന്തിട്ടില്ല, അതുകൊണ്ട് ചിക്കൻ നല്ലപോലെ വേവാനുള്ളൊരു സമയം കൊടുക്കണം. ഇതായിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനിയൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിരിക്കുക. ഇത് നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കാനാവുന്ന സമയത്ത് ഫ്രൈ ചെയ്താൽ മതി, ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവുള്ള ചിക്കൻ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ 2 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ടാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൽ പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ മാറ്റം വരുത്താം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.